യൂട്യൂബിലൂടെ സമൂഹ മാധ്യമങ്ങളുടെ വൃത്തികേടുകൾ പറഞ്ഞു വരുത്തിയിരുന്ന ഒരു യൂട്യൂബറെ കുറിച്ച് കൂടി ഇന്ന് അറിയണം. പേര് രാജൻ ജോസഫ്. ഇയാളുടെ അതായത് മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേനയായിരുന്നു യൂട്യൂബ് ചാനലിലൂടെ വൃത്തികേടുകൾ പറഞ്ഞു വരുത്തിയത്. കോൺഗ്രസ് നേതാവും പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ, അതോടൊപ്പം മറ്റു നിരവധി സ്ത്രീകൾക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുൾപ്പെടെ അശ്ലീലം പറഞ്ഞതാണ്, വൃത്തികേട് പറഞ്ഞതാണ് രാജൻ. ഏറ്റവും ഒടുവിൽ രാജനെതിരെ നിയമ നടപടിയുമായി ശ്രീനാദേവി കുഞ്ഞമ്മ മുന്നോട്ട് വന്നു. രാജനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ രാജനെതിരെ പ്രതിഷേധമുണ്ടായി. അതിനിടെ പോലീസിനും നേരെയും ആക്രമണമുണ്ടായി. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ഫെനി നൈൻഡാൻ്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ അതായത് ഈ കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളിലടക്കം ഈ രാജനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന, പോലീസ് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിനിടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായി എതിർപ്പാകാം, വിമർശനങ്ങളാകാം, പക്ഷേ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും പറഞ്ഞു വരുത്തുന്ന ആളാണ് രാജൻ ജോസഫ് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ട് ഈ നിമിഷം വരെ ഏതാണ്ട് 25ലധികം വീഡിയോസാണ് വൈറ്റ് സ്വാൻ TV ന്യൂസ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലും രാജൻ എന്ന പേരിലുള്ള യൂട്യൂബറും സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്ന് എനിക്കെതിരെ സംരക്ഷണം ചെയ്തിട്ടുള്ളത്. 4ാം നെടുന്തൂണായിട്ട് നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളായിട്ട് ആ നിലവാരത്തോടു കൂടി തന്നെ ഉയർന്നു വരുന്ന ചില യൂട്യൂബ് ചാനലുകളും യൂട്യൂബ് മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേവലമായിട്ട് വരുമാനം നേടുക, എന്തു പറഞ്ഞുകൊണ്ടും വ്യൂവേഴ്സിനെ കൂട്ടുക, അതിലൂടെ വരുമാനം നേടുക, ആഹാരം കഴിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ശൈലി ചില ചാനലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് പേജസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. എന്നെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുവാൻ ആർക്കും അധികാരമുണ്ട്, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കണം, സത്യസന്ധമായിട്ടായിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും അധികപ്പെട്ട് പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയപരമാണ് എങ്കിൽ മറുപടി പറയാൻ നമ്മൾ തയ്യാറുമാണ്. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം തേജോവധം ചെയ്യുന്ന രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമൻറ്റോ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വാക്കിൻ്റെയോ പേരിലല്ല, മറിച്ച് 10-15 മിനിറ്റ് വീഡിയോ ദൈർഘ്യമുള്ള വീഡിയോസ്, ഏതാണ്ട് 20-ലധികം 25ഓളം വീഡിയോസ് ചെയ്തിടുക, അതിൽ ത്രൂ ഔട്ട് നമ്മളെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ബ്രോഡ് ഡെഫിനിഷനിലും നാരോ ഡെഫിനിഷനിലും കംപ്ലീറ്റ്ലി ഫിറ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് ഈ യൂട്യൂബേഴ്സ്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, നമുക്കറിയാം ഈ രാജൻ ജോസഫിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എത്രത്തോളം വൃത്തികേടാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നിരവധി വീഡിയോകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം പ്രചരിക്കപ്പെട്ടത്. പക്ഷേ അന്നൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ, അതോടൊപ്പം ഇതിൽ ഇരകളാകപ്പെട്ടവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോഴും ഒരു നടപടിയും ഉണ്ടായില്ല. രാജൻ ജോസഫിനൊക്കെ വളം വെച്ചു കൊടുത്തത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് സർക്കാർ വരുന്നു, അധികാരത്തിൽ വരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും ഒരു പരാതി നൽകുന്നു. അങ്ങനെ രാജനെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ പ്രതിഷേധം ഇയാൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ശ്രീനാദേവി കുഞ്ഞമ്മ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ രാഹുലിനെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടായിരുന്നു പല വൃത്തികേടുകളും പറഞ്ഞു വരുത്തിയത്. നമുക്കറിയാം ഒരു സ്ത്രീയെ എത്രത്തോളം മോശമായി അധിക്ഷേപിച്ചാൽ, സ്വന്തം കുടുംബത്തിലുള്ളവരെ അധിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടൊന്നും ഒരുപക്ഷെ ഈ രാജന് മനസ്സിലാകത്തില്ലായിരിക്കും. കാരണം അയാളുടെ കുടുംബ പശ്ചാത്തലം നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അങ്ങേയറ്റം മോശമായ പ്രവണതയായിരുന്നു രാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതും മാധ്യമ പ്രവർത്തകരെന്ന വ്യാജേന
മാധ്യമപ്രവർത്തകരെന്ന് ആ പേര് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാജനൊക്കെ ഈ രീതിയിൽ വൃത്തികേടുകൾ യൂട്യൂബിലൂടെ പറഞ്ഞു പരത്തിയത്. എന്തായാലും മാതൃകപരമായ നടപടിയാണ്. ഇയാൾക്ക് പക്ഷേ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണല്ലോ. എന്ത് വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? അതിനുശേഷം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ അരങ്ങേറിയിരുന്നല്ലോ. ശനിയാഴ്ച രാത്രിയാണ് ഈ യൂട്യൂബർ രാജൻ ജോസഫിനെ അടൂർ പോലീസ് കസ്റ്റഡിയെടുക്കുകയും ഒപ്പം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും അറസ്റ്റിന് ശേഷം രാജൻ ജോസഫിനെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ശ്രീനാദേവി കുഞ്ഞമ്മ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ സെപ്റ്റംബർ മുതൽ ഏകദേശം 25ഓളം വീഡിയോകൾ ഈ യൂട്യൂബിലൂടെ അപകീർത്തിപ്പെടുന്ന രീതിയിൽ അശ്ലീലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജൻ ജോസഫ് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതി. അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായി LDF സർക്കാരിന്റെ കാലത്ത് ഇത് പരാതി നൽകുകയും വേണ്ടത്ര രീതിയിൽ അന്വേഷണം നടത്തുകയോ ഇതിന് നടപടിയെടുക്കുകയോ ചെയ്തില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ വീണ്ടും ഇത് ആവർത്തിച്ചപ്പോഴാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇത്തരം ഈ യൂട്യൂബർക്കെതിരെ പരാതി സമർപ്പിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച രാത്രി രാജൻ ജോസഫിനെ എറണാകുളത്ത് നിന്നും കൂടൽ പോലീസ് കസ്റ്റഡിയെടുക്കുകയും പത്തനംതിട്ട അടൂർ പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചെയ്തത്. എന്തായാലും അവിടെ നിന്നും രാജൻ ജോസഫിനെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സ്റ്റേഷന് മുന്നിൽ ഉണ്ടായത്. രാജൻ ജോസഫിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. ആ ശ്രമത്തിനിടയിൽ പോലീസ് ഈ കയ്യേറ്റത്തെ ചെറുക്കുകയും ചെയ്തു. 20ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായിയായ ഫെനി നൈനാന്റെ കൂട്ടുകാരാണ്, ഇത്തരത്തിൽ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ രാജൻ ജോസഫിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. പോലീസ് കൃത്യമായി ആ രാത്രിയിൽ 12 മണി സമയത്താണത് കൃത്യമായി പോലീസ് ഇടപെടുകയും ചെയ്തു. പക്ഷേ ഈ പ്രതിഷേധത്തിലും ഈ ആക്രമണത്തിലും പോലീസിലെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ 20ഓളം പേർക്ക്, കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പിന്നീട് ചോദ്യം ചെയ്യലിന് ശേഷം കൃത്യമായ ഈ രാജൻ ജോസഫിന്റെ മൊഴിയെടുത്തതിന് ശേഷം കേസ് ജാമ്യം നൽകുന്ന കേസായതുകൊണ്ട് തന്നെ രാജൻ ജോസഫിനെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. നിലവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് 25ഓളം വീഡിയോകൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ രാജൻ ജോസഫും സിബി എന്ന് പറയുന്ന യൂട്യൂബർമാർ കൃത്യമായി ഈ യൂട്യൂബിലൂടെ ഈ വളരെ അപവാദ പ്രചരണം നടത്തുന്ന രീതിയിൽ, അപകീർത്തിപ്പെടുന്ന രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ മോശമായി കാണിക്കുന്ന തരത്തിലാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചത്. രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങൾ വിമർശിക്കപ്പെടാം, അതിന് താൻ തയ്യാറാണ്. അത് രാഷ്ട്രീയപരമായി അതിന് മറുപടി പറയുകയും ചെയ്യും. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി വരുമാനം ഉണ്ടാക്കാൻ കണ്ടെത്തുന്ന രീതിയാണ് രാജൻ ജോസഫ് ചെയ്തത്. അത് 25-26 വീഡിയോകളോളം ഈ സെപ്റ്റംബർ മാസം മുതൽ തുടർച്ചയായിട്ട് എപ്പിസോഡുകൾ പോലെ തന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വീഡിയോകൾ ഈ യൂട്യൂബിൽ പ്രചരിപ്പിച്ചു. 1-2 കമന്റുകളാണെങ്കിൽ അതൊരു പക്ഷേ താൻ ക്ഷമിച്ചേനെ. നേരെ മറിച്ച് തന്നെ അപകീർത്തിപ്പെടുന്ന അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ചേർത്ത് കെട്ടിക്കൊണ്ടുള്ള നുണപ്രചരണം നടത്തിക്കൊണ്ടുള്ള വീഡിയോ പ്രചരണങ്ങൾ, അത് അപകീർത്തിപ്പെടുന്ന വീഡിയോ അത് ചിത്രീകരിച്ച് അത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ വാർത്താ രൂപത്തിലൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ഇത്തരത്തിൽ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചത്. ഇത് തീർച്ചയായും ഇത് എതിർക്കപ്പെടേണ്ടതാണ്, നിയമ നടപടി ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് താൻ നിയമപരമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയത്. അതിനെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും യൂട്യൂബർ രാജൻ ജോസഫിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഒപ്പം ഈ പരാതിയിൽ കേസെടുക്കുകയും ചെയ്ത ശേഷം ജാമ്യം കിട്ടുന്ന വകുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ രാജൻ ജോസഫ് ശശിനാരായണൻ, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നിലപാട് എന്താണ്? കാരണം രാജനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിബിക്കെതിരെയും നിയമപോരാട്ടം നടത്തുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീനാദേവി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം അതുകൊണ്ട് മാത്രം തീരുമോ? നിയമ നടപടി മാത്രം മതിയോ? ഈ യൂട്യൂബ് അതിൽ വീഡിയോകൾ റദ്ദാക്കണം, യൂട്യൂബ് ചാനൽ പൂട്ടിക്കണം. നമുക്കറിയാം ഈ അശ്ലീലം പറഞ്ഞു വരുത്തിയ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടിച്ചതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ആ രീതിയിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ തീരുമാനം? അപ്പം തീർച്ചയായും അത് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ തീരുമാനം. കാരണം തനിക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ, അശ്ലീല പദപ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോകൾ നീക്കം ചെയ്യണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഒപ്പം ചാനൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് സാധാരണഗതിയിൽ മറ്റു യൂട്യൂബ് ചാനലുകാരെ അവർ പറയുന്നില്ല, ഈ വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി, പെട്ടെന്ന് വരുമാന മാർഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി നെഗറ്റീവ് രീതിയിലുള്ള വീഡിയോകൾ, ഒപ്പം ഈ അശ്ലീല വീഡിയോകൾ, അത്തരത്തിലുള്ള ആളുകളെ അപകീർത്തിപ്പെടുന്ന വീഡിയോകളൊക്കെ വളരെ റീച്ചിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകൾ മാധ്യമപ്രവർത്തകരുടെ പേര് പറഞ്ഞുകൊണ്ട് ചാനൽ നടത്തിയ മാധ്യമപ്രവർത്തകരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ അത് ശ്രമിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തടയണം, അതിന് നിരോധനം ഏർപ്പെടുത്തണം, അത്തരം ആളുകൾക്കെതിരെ നടപടി വേണമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നിലവിലുള്ള തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യപടിയായി ഈ കേസിന്
കൊടുത്ത സമയം തന്നെ നടപടി ഉണ്ടായതിലും അവർക്ക് സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ തീരുമാനം. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിലും നെഗറ്റീവ് വീഡിയോകൾക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ മോശമായ സ്ത്രീകളെ കുറിച്ച് നടന്ന പരാമർശങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള കാഴ്ചക്കാരുണ്ടാവുന്നു, റീച്ച് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത്തരക്കാരെ ഇത്തരം വീഡിയോകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും എന്തും പറയാം എന്നുള്ളൊരു മേഖലയായി സോഷ്യൽ മീഡിയ, അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ മാറുന്നു. അതിന് നിയന്ത്രണം ഉണ്ടാകണം, അതിന് നിയമപരമായുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ തീരുമാനം. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.